ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇത് ഹിന്ദുസ്ഥാനാണ്. ഇവിടെ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടമേ നടക്കൂ. മുസ്ലിങ്ങൾ ഹിന്ദു ആചാരങ്ങളെ ബഹുമാനിച്ചേ മതിയാകൂ എന്ന് തുടങ്ങി ന്യൂനപക്ഷ വിരോധം ചീറ്റുന്ന വിദ്വേഷ പ്രസംഗം നടത്തിയത് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്. വേദി ഹൈക്കോടതി വളപ്പിലെ VHP പരിപാടി. പ്രീതിയോ പക്ഷപാതമോ ഇല്ലാതെ ജുഡീഷ്യൽ അധികാരങ്ങൾ നിറവേറ്റുമെന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ജഡ്ജിയാണ്. മുൻപ് ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തുവിടുന്ന ജീവിയാണ് പശുവെന്നും പശുവിനെ മൗലികാവകാശങ്ങളുടെ പരിധിയിൽപ്പെടുത്തി നിയമനിർമ്മാണം വേണമെന്നും ആവശ്യപ്പെട്ട പണ്ഡിതനാണ് ഇദ്ദേഹം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ചില ജഡ്ജിമാരിൽ നിന്നും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പല തവണയായി കേൾക്കുന്നു. പക്ഷേ അന്യമത വിദ്വേഷം വിളമ്പുന്ന ഒരാളെങ്ങനെ ന്യായാധിപ സ്ഥാനത്ത് തുടരും? 21 പേജ് കുറ്റപത്രവുമായി പ്രതിപക്ഷം പാർലമെന്റിൽ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ നോട്ടീസ് നൽകിക്കഴിഞ്ഞു. ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടം മാത്രമേ നടപ്പാക്കൂ എന്ന ഹൈക്കോടതി ജഡ്ജിയുടെ പ്രസംഗത്തെ ഭരണപക്ഷം ശരിവെക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഇംപീച്ച്മെന്റ് ആവശ്യത്തോട് യോജിക്കുന്നില്ല? ഭൂരിപക്ഷത്തിന്റെ ജഡ്ജിയോ എന്നതാണ് ചോദ്യം. ഡോക്ടർ വി ശിവദാസൻ MP CPIM-ൽ നിന്നും, RV ബാബു ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി അഭിഭാഷകൻ, ഡോക്ടർ MN കാരശ്ശേരി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ MP-യിലേക്ക് പോവുകയാണ്. ശ്രീ ശിവദാസൻ, ഇപ്പോൾ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്നൊരാവശ്യം പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. കപിൽ സിബലാണ് അതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു. അതിൽ ഭരണപക്ഷം എടുത്തിരിക്കുന്ന നിലപാടെന്താണ്? ഭരണപക്ഷത്തിൻ്റെ നിലപാട് അവരിതുവരെ പരസ്യമായി വ്യക്തമാക്കിയിട്ട് കണ്ടിട്ടില്ല അവരുടെ നേതാക്കന്മാർ. പക്ഷേ ഇവിടെ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരിൽ ചിലർ, അവരുടെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന അവരുടെ ആശയപ്രചാരകരായിട്ടുള്ള ചിലർ പല കോണുകളിലും പരസ്യമായി ഈ ജഡ്ജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലപാടെടുക്കുകയാണ്. അവർ സുപ്രീം കോടതി തന്നെ മുൻപ് ഇറക്കിയിട്ടുള്ള ഫുൾ ബെഞ്ചിൻ്റെതായിട്ടുള്ള ഉത്തരവിനെ എങ്ങനെയായിരിക്കണം ജഡ്ജിമാർ പ്രവർത്തിക്കേണ്ടത്, പൊതു ഇടങ്ങളിൽ, പൊതുപരിപാടികളിൽ, കുടുംബക്കാരുമായിട്ടുള്ള ഒത്തുചേരലുകളിൽ ഏതെല്ലാം മര്യാദകൾ ജഡ്ജിമാർ പുലർത്തേണ്ടതുണ്ട് എന്നുള്ള ഉത്തരവിനെ തന്നെ ഇദ്ദേഹം ലംഘിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ മടിക്കുകയാണ്. ഹൈക്കോടതിയിലേതായാലും സുപ്രീം കോടതിയിലേതായാലും ജഡ്ജിമാർ കാണിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ച് നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഫുൾ ബെഞ്ച് ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ ഫുൾ കോർട്ടിൻ്റെ ആ ഡയറക്ഷൻ നിലനിൽക്കുന്നതാണ്. അതിനകത്ത് കൃത്യമായി പറയുകയാണ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് എങ്ങനെയായിരിക്കണം, ഒഴിഞ്ഞു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താതിരിക്കേണ്ടതിൻ്റെ ആവശ്യം, പൊതുപരിപാടികളിൽ നിന്ന് എല്ലാം മാറി എങ്ങനെയാണ് ഒഴിഞ്ഞു നിൽക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ജഡ്ജ് എന്താണ് ചെയ്തിട്ടുള്ളത്? വിദ്വേഷ പ്രസംഗം, അതിഭീകരമായിട്ടുള്ള വിദ്വേഷ പ്രസംഗം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പരിപാടിയിൽ പോയിട്ട് നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ സ്വഭാവം, ഉദ്ദേശം ഇന്ത്യ രാജ്യത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വേദിയിൽ പോകുന്നു. എന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിരൂക്ഷമായ നിലയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നു. രാജ്യത്തൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒരു ജഡ്ജിയും ഇത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് രാജ്യത്തോട് പറയണമെങ്കിൽ അതിനുള്ള ശക്തമായിട്ടുള്ള നടപടിയും നിലപാടും കോടതിയും പാർലമെൻറ്റും കൈക്കൊള്ളേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകതയിൽ ഊന്നിയാണ് കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പാർലമെന്റേറിയന്മാർ ഇംപീച്ച്മെന്റ് നോട്ടീസ് തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. ശരി ശ്രീ ശിവദാസൻ, പക്ഷേ ഇതിൽ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം, ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. അതിൽ സാങ്കേതികമായ നടപടിക്രമങ്ങളിലൂടെ എവിടെ എപ്പോൾ പ്രസംഗിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ചോദിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന്മേൽ ഈ തരത്തിലുള്ള ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്തി, വിദ്വേഷ പ്രസംഗം നടത്തി എന്ന രൂപത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് സുപ്രീം കോടതി കടക്കുമോ? സുപ്രീം കോടതിയുടെ സ്വാഭാവികമായിട്ടുള്ള ചുമതല എന്നുള്ളത്, അവർക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനൊരു പരാതി കിട്ടിയാൽ അവരതിൻ്റെ മുകളിൽ പരിശോധിക്കുന്നതിന് സ്വാഭാവികമായും ഏത് കോടതിയിലാണോ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ കോടതിയിൽ അന്വേഷണത്തിന് വേണ്ടി നൽകുകയും തുടർന്ന് അതിൻ്റെ തുടർച്ചയിൽ അവിടെ നിന്ന് കിട്ടുന്ന വിശദീകരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരെയോ അല്ലെങ്കിൽ മറ്റ് ഹൈക്കോടതിയിലുള്ള 2 ജഡ്ജിമാരെയോ എൻക്വയറിക്ക് വേണ്ടി ചുമതലപ്പെടുത്താവുന്നതാണ്.
അപ്പോൾ സുപ്രീം കോടതിയുടെ ആ നിലയിലുള്ള തീരുമാനങ്ങളും അവരുടേതായിട്ടുള്ള ഇടപെടലുകളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം എങ്ങനെയൊക്കെയാണ് സുപ്രീം കോടതി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമുള്ള ജഡ്ജിമാരെക്കുറിച്ച് പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. നിലവിൽ കോടതിയിൽ ഉള്ള കേസുകളെക്കുറിച്ചും അതുപോലെ ജസ്റ്റിസുമാരെക്കുറിച്ചും ചർച്ച ചെയ്യാനാവില്ല. ചർച്ച ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചർച്ച ചെയ്യണമെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള കുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ഇംപീച്ച്മെൻറ്റ് നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പാർലമെൻറ്റിൽ ഈ ചർച്ച നടക്കുക. അപ്പോൾ ആ ചർച്ച പാർലമെൻറ്റിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അത് നടക്കേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രധാനവുമാണ്. ഇവിടെ പാർലമെൻറ്റിൻ്റെ മുന്നിലിരിക്കുന്ന ബില്ലിനെക്കുറിച്ച് പോലുമുള്ള അഭിപ്രായം ഇദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ബില്ലിനെക്കുറിച്ച് അദ്ദേഹം പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഈ ബില്ലിനകത്ത് തന്നെ വല്ല നിലയിൽ ഭരണഘടനാപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ പലരും അതിൻ്റെ വിശദീകരണത്തിനായി പോകുക കോടതിയിലാണ്. ഇവിടെ എന്താണ്, ജഡ്ജ് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കുകയാണ് ആ ബില്ലിനെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം. ആ ബില്ലിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഇന്ത്യയിൽ അതോടൊപ്പം സഹിഷ്ണുതയില്ലാത്ത ജനവിഭാഗമായിട്ട് മറ്റൊരു കൂട്ടരെക്കുറിച്ച് പറയുകയാണ്. ഹലാലിനെക്കുറിച്ച് അതുപോലെ സഹിഷ്ണുതയില്ലായ്മയുടെ അടയാളമായിട്ട് ചില രൂപഭാവങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹം പറയുകയാണ്. എത്രമേൽ നീചമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യ എന്നുള്ള മതനിരപേക്ഷ രാഷ്ട്രത്തിനകത്ത് എല്ലാ ജനവിഭാഗങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഇന്ത്യയുടെ മഹത്തായിട്ടുള്ള മുഖമുദ്ര. ആ മുഖമുദ്രയെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലായിരിക്കണം കോടതികൾ ഇടപെടേണ്ടത്. ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യം ചെയ്തിട്ടുള്ള ഒരു ജഡ്ജ് തൻ്റെ സത്യപ്രതിജ്ഞ അപാടെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഒരിക്കലും ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കോടതികളിൽ നീതിബോധം ഉണ്ടാവണം, കോടതികൾ സത്യസന്ധമായി നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരി, പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചതോടുകൂടി സുപ്രീം കോടതി ഇതിൽ എത്രത്തോളം ഗൗരവം കാണുന്നു എന്നുള്ളതും പ്രധാനമാണ്. അത് സാങ്കേതികമായ റിപ്പോർട്ട് വിളിച്ചു വരുത്തുക മാത്രമാണോ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയേണ്ടത്. ഞാൻ സുപ്രീം കോടതി അഭിഭാഷകനിലേക്ക് പോവുകയാണ്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, അലഹബാദ് ഹൈക്കോടതി ജഡ്ജി നടത്തിയ പ്രസംഗം, അതിന്മേലുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ്, അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. എങ്ങനെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് VHPയുടെ പരിപാടിയിൽ പ്രസംഗിക്കാനാവുക? അതും ആ ഹൈക്കോടതിയുടെ പരിസരത്ത് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനാവുക എങ്ങനെയാണ്? ഇതിപ്പോൾ അദ്ദേഹം മാത്രമല്ല, ജസ്റ്റിസ് ദിനേശ് പഥക്കും അദ്ദേഹത്തിനൊപ്പം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പ്രസംഗം പക്ഷേ വിവാദമായ പ്രസംഗമായി പുറത്തു വന്നത് ശേഖർ കുമാർ യാദവിൻ്റെ പ്രസംഗം മാത്രമാണ്. തീർച്ചയായിട്ടും അത് റീസ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യൂ ഓഫ് ജുഡീഷ്യൽ ലൈഫ് എന്ന സുപ്രീം കോടതി അഡോപ്റ്റ് ചെയ്ത ഒരു പ്രൊസീജിയറുണ്ട്. ഫുൾ കോർട്ട് മീറ്റിംഗിൽ 7 May 1997 അഡോപ്റ്റ് ചെയ്തത്. അതിനകത്ത് ജഡ്ജസിൻ്റെ കോണ്ടക്ട് എങ്ങനെയായിരിക്കണം, അവരുടെ അസോസിയേഷൻ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടായിരിക്കണം, ജുഡീഷ്യൽ ഫംഗ്ഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഇതിൽ പങ്കെടുക്കാൻ പാടില്ല, ഏതൊക്കെ സന്ദർഭങ്ങളിൽ അക്കാഡമിക് ആംഗിളിൽ ഏതെങ്കിലും ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല, ഒരു കോളേജിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ലീഗൽ ഇഷ്യൂ സംസാരിക്കുന്നതിൽ തടസ്സമില്ല. പക്ഷേ പാർട്ടിസാനായിട്ടുള്ള വളരെ പക്ഷപാതപരമായിട്ട് സ്റ്റാൻഡ് എടുക്കുന്ന ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ പോയിട്ട് ഒരു വ്യൂവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വയലേഷനാണ്. പിന്നെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, ഒന്ന് ഡെമോക്രസിയാണ്. ജനാധിപത്യം എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം വ്യാഖ്യാനിച്ചതുപോലെ ഇവിടെ ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടത് നടപ്പാക്കുന്നതല്ല ജനാധിപത്യം. അതൊരു ഹൈക്കോടതി ജഡ്ജി മിനിമം അറിയേണ്ട കാര്യമാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശമുള്ള ഡെമോക്രസിയാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശമാണ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഭരണഘടന നിലവിൽ വന്നത് മുതൽ ഈ സെക്കുലറാണ് രാജ്യം, അതിൽ റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ ബേസിസിൽ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് അവശ വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ റൈറ്റ് കൂടി കൊടുത്തിരിക്കുന്ന ഒരു ഭരണഘടനയാണ്. മൈനോറിറ്റി റൈറ്റ് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഭരണഘടനയുടെ ഭാഗമാണെന്നും സെക്കുലറിസം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഈ ഭരണഘടനയിൽ ഒരു അമെൻമെൻറ്റ് വരുത്തി പോലും ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യാൻ പറ്റുകയില്ലെന്നും സുപ്രീം കോടതി വിധികളുണ്ട്.
സുപ്രീം കോടതിയുടെ കേശവാനന്ദ ഭാരതി കേസിലെ വിധിയും അത് പിന്നെ ഫോളോ ചെയ്തുകൊണ്ടുള്ള പല വിധികളുമുണ്ട്. ഭരണഘടന ഉയർത്തിപ്പിടിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്ന സ്ഥാനത്തിരിക്കുന്നയാളാണ് ഹൈക്കോടതിയിലെ ജഡ്ജി. അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് ഞാൻ ഫിയറോ ഫേവറോ കൂടാതെ അഫെക്ഷൻ ഇൽവിൽ ഒന്നുമില്ലാതെ, അതായത് ആരോടും പ്രത്യേകമായിട്ടുള്ള മമതയോ പ്രത്യേകമായിട്ടുള്ള വിരോധമോ കൂടാതെ എൻ്റെ ഡ്യൂട്ടികൾ നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തയാളാണ്. ശരി, അത് ലംഘിക്കുന്നവർക്ക് എന്താണ് ശിക്ഷ? അതെ, അതില് ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ മാത്രമാണ് അതിൽ ഒരു ശിക്ഷയുള്ളത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ വാക്കുകളിൽ ഒന്നുകിൽ വധശിക്ഷ അല്ലെങ്കിൽ ഒരു ശിക്ഷയും ഇല്ല എന്ന് പറയുന്നത് പോലെ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഭരണഘടനാ കോടതി, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇരിക്കുന്ന ഒരു ജഡ്ജി ഭരണഘടനാ ലംഘനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ പ്രൊസീജിയറേ ഉള്ളൂ. ആർട്ടിക്കിൾ 124(4) അനുസരിച്ച് ഇംപീച്ച്മെന്റ് മോഷൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നു. ജഡ്ജസ് എൻക്വയറി ആക്ട് എന്നുള്ള ഒരു നിയമം അനുസരിച്ചാണ് അത് പാർലമെന്റിന് ഇംപീച്ച് ചെയ്യാനുള്ള പ്രൊസീജിയർ പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നു. എൻക്വയറി ആക്ടിൽ പറയുന്നത് രാജ്യസഭയിലാണെങ്കിൽ 50 പേര്, ലോക്സഭയിലാണെങ്കിൽ 100 പേര് പ്രമേയത്തെ ഒപ്പിടണം. അതിനുശേഷം ആ സഭാനാഥൻ, രാജ്യസഭയിലെ വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ ആ മോഷൻ അഡ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വൈസ് പ്രസിഡന്റ് അത് അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ തന്നെ അത് ഫലം കാണാതെ പോകുമെന്നുള്ളതാണ്. പക്ഷേ സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കാമല്ലോ. സുപ്രീം കോടതി ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയോട് ഇതിലെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിലപ്പുറം ഒരു തരത്തിലുള്ള പരാമർശമോ അല്ലെങ്കിൽ രൂക്ഷമായ ഒരു വിമർശനമെങ്കിലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതിക്ക് ജുഡീഷ്യലായിട്ട് സൂപ്പർവിഷൻ ഉണ്ട്. ഹൈക്കോടതി പാസ്സാക്കുന്ന ഓർഡർ സെറ്റ് അസൈഡ് ചെയ്യാനും ക്വാഷ് ചെയ്യാനും അതിന് വിധി മാറ്റി എഴുതാനും ഒക്കെ ജുഡീഷ്യൽ ആയിട്ട് സുപ്രീമസി ഉണ്ട് സുപ്രീം കോടതിക്ക്. ഹൈക്കോടതി ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ കീഴിലുള്ള ഒരു കോടതിയായിട്ടല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇല്ല. പക്ഷേ സുപ്രീം കോടതിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചെയ്തിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിന് സുപ്രീം കോടതിയുടെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്താം. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് ഈ സിറ്റിംഗ് ജഡ്ജിക്ക് ഒരു ജുഡീഷ്യൽ വർക്കും ചെയ്യാതെ, ഒരു വർക്കും അലോട്ട് ചെയ്യാതെ മാറ്റി നിർത്താൻ കഴിയും. ഇപ്പോൾ ചെയ്തിരിക്കുന്ന റോസ്റ്റർ മാറ്റി എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകൾ പരിഗണിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ സിവിൽ കേസുകൾ മാത്രം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു റോസ്റ്റർ മാറ്റം ഉണ്ടായെന്ന് കണ്ടു. പക്ഷെ അതുകൊണ്ടൊന്നും ആകുന്നില്ല. അത് കാരണം ഇവരുടെ മുമ്പിൽ വരുന്ന കേസുകൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വരുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്പീച്ചിനെ പറ്റി വളരെ വിശദമായിട്ട് ചില മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഉപയോഗിച്ച വാക്കുകൾ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ പോലും, ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർ പോലും പറയാത്ത വാക്കുകളാണ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞതെന്നാണ് രാജ്യസഭയിൽ ഈ പ്രമേയം അവതരിപ്പിച്ച ശ്രീ കപിൽ സിബൽ പറഞ്ഞത്. കട്ട്മുള്ള മുതലായ വാക്കുകൾ. അതിന്റെ അർത്ഥം ഈ അഗ്രചർമ്മം മുറിക്കുന്നവരെ പറ്റി മോശമായിട്ടുള്ളൊരു പദമാണ്. ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ച് അതൊരു വിദ്വേഷ പ്രസംഗം തന്നെയാണ്. ഈ പ്രസംഗം നടത്തിയിട്ട് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യാൻ യോഗ്യനല്ലാത്ത ഒരാളെ അവിടെ ഈ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഭരണത്തിലിരിക്കുന്നവർ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളിൽ ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്. ഞാൻ ഒരു കാര്യം പറയാം. ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മൈനോറിറ്റിയെ കൂടി പ്രൊട്ടക്ട് ചെയ്യണം. അതായത് ഡെമോക്രസി എപ്പോഴും മജോറിറ്റേറിയൻ റൂൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞ തെറ്റാണ്. കാരണം ജുഡീഷ്യറിയുടെ റോള് കൗണ്ടർ മജോറിറ്റേറിയൻ ആണ് എന്ന് സുപ്രീം കോടതി വിധികളുണ്ട്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ഏതെങ്കിലും ഒരു മൈനോറിറ്റിക്ക്, ഒരാൾക്കെങ്കിലും ഒരു അവകാശമുണ്ട്. ബഹുഭൂരിപക്ഷം അതിനെതിരാണെങ്കിൽ ആ ഒരാളുടെ അവകാശം പ്രൊട്ടക്ട് ചെയ്യാൻ സുപ്രീം കോടതിയും ഭരണഘടനാ കോടതിയായ ഹൈക്കോടതികളും ഒക്കെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് തന്നെ തെറ്റാണ്. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ എനിക്കൊരു ഈ ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട്, ലീഗൽ ഫീൽഡ് ആയതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഇതല്ല നമ്മുടെ കോടതികളെന്നും ഈ ജഡ്ജി അല്ല നമ്മുടെ എക്സാമ്പിൾ എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പണ്ട് നമുക്ക് കൃഷ്ണയ്യരെ പോലുള്ള ജഡ്ജസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ വിധികൾ ബംഗ്ലാദേശ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള പല കോടതികളും അവിടെ റൈറ്റും ഈ മൈനോറിറ്റി വിദ്വേഷവും ഒക്കെ വരുമ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ഇന്ത്യൻ സുപ്രീം കോടതി വിധികളെ ഉദ്ധരിച്ച് അവിടുത്തെ മൈനോറിറ്റികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സുപ്രീം കോടതി വിധികളുണ്ട്. അതൊക്കെ നമ്മൾ ഈ ബൽക്കിസ് ബാനു കേസിലൊക്കെ സൈറ്റ് ചെയ്തിരുന്നു. ഈ പറയുന്നത് എങ്ങനെയാണ് ഒരു ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ജുഡീഷ്യറി ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് നോക്കിയാൽ ഏതൊരു രാജ്യത്തും, ജനാധിപത്യ രാജ്യത്ത് ആ ജുഡീഷ്യറിയുടെ ഓരോ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ മൊറാലിറ്റി അളക്കാൻ കഴിയും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ജഡ്ജി ദൗർഭാഗ്യവശാൽ ഇപ്പോഴത്തെ പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ ശ്രീ പ്രശാന്ത് പത്മനാഭൻ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. കൊളീജിയം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജഡ്ജിയെ തിരഞ്ഞെടുത്ത് ഹൈക്കോടതിയിലേക്ക് വിടുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. കാരണം മേഘാലയ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഇതുപോലെ
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം ആകേണ്ടിയിരുന്നു എന്നൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല ആ ജഡ്ജിയെ. മദ്രാസ് ഹൈക്കോടതിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ഒരു അഭിഭാഷകയെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പണിഷ്മെന്റ് ഇല്ലാതെ പോകുന്നു, അതിനുള്ള ശക്തമായിട്ടുള്ള താക്കീതുകൾ ഇല്ലാതെ പോകുന്നു. കർണാടക ഹൈക്കോടതി ജഡ്ജിയും ഇതുപോലെ പറഞ്ഞു, പാകിസ്ഥാൻ പോലെയാണ് എന്ന് പറഞ്ഞു. മൈസൂരിൽ ഓട്ടോറിക്ഷയിൽ ആളുകളെ തെറ്റിദ്ധരിച്ചു കൊണ്ടുപോകുന്നു, അത് അവിടെ ഒരു പാകിസ്ഥാൻ പോലെയാണ്, അവിടെ ഒന്നും സാധ്യമല്ല, അതായത് അവിടെ നടപടികളൊന്നും സാധ്യമല്ല എന്നൊരു പരിഹാസം പറഞ്ഞു. പിന്നീട് സുപ്രീം കോടതി അത് ശ്രദ്ധിക്കുന്നു. സുപ്രീം കോടതി അതിനുശേഷം പറയുന്നു മേലാൽ അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നു. അവിടെ തീരുകയാണ് ആ കാര്യം. അതെ, അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഞാൻ ആ മറുപടി പറഞ്ഞു തീർക്കട്ടെ. നേരത്തെ ഈ ബഹുമാനപ്പെട്ട MP ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഈ ഹൈക്കോടതി ജഡ്ജിയുടെ പ്രവർത്തനത്തെ പറ്റി ലോക്സഭയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. ശരിയാണ്, ആർട്ടിക്കിൾ 211 121 ക്ലിയർ ആയിട്ടുള്ള പ്രൊഹിബിഷൻ ഉണ്ട്. ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയുടെയോ സുപ്രീം കോടതി ജഡ്ജിയുടെയോ പ്രവർത്തനത്തെ പറ്റി സഭയിൽ പോലും ചർച്ച ചെയ്യാൻ കഴിയില്ല, എക്സെപ്റ്റ് ആ ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കോണ്ടക്ട് ഡിസ്കസ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്തിരിക്കുകയാണ്. ആ ഇംപീച്ച്മെന്റിന്റെ സമയത്ത് ഈ കാര്യം ഈ ഇദ്ദേഹത്തിന്റെ കോണ്ടക്റ്റിനെ പറ്റിയും പുറമേ പറഞ്ഞ വാക്കുകൾ, കാരണം അദ്ദേഹം എപ്പോഴും ജഡ്ജിയാണ്, കോടതിക്കകത്തിരിക്കുമ്പോഴും വെളിയിൽ വരുമ്പോഴും ആ ജഡ്ജി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടക്കും. ആ ഡിസ്കഷൻ നടക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരുടെ നിലപാട് വളരെ പ്രസക്തമാണ്. കാരണം ഇങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾക്ക്, ഇതുപോലുള്ള സ്റ്റാൻഡുകൾക്ക് നിങ്ങളുടെ സപ്പോർട്ടുണ്ടോ, അതോ ഇത് നമ്മൾ തള്ളിക്കളയുന്നോ? സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് എന്ന് പറയുമ്പോൾ അതാണോ നയം എന്നുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ് ഇപ്പോൾ. ഇതല്ല നയമെങ്കിൽ തീർച്ചയായിട്ടും ഈ ജഡ്ജിക്കെതിരെ നടപടി ഉണ്ടാകും. ഭരണപക്ഷം നിലപാട് വ്യക്തമാക്കേണ്ട സമയമാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചത്, നേരത്തെ കോടതി വളപ്പിൽ എങ്ങനെയാണ് VHPക്ക് ഒരു പരിപാടി നടത്താനാവുക എന്ന് കൂടിയാണ്. അത് വളരെ പ്രധാനമാണ്. അതിനെപ്പറ്റിയും കോടതി ഇപ്പോൾ അത് ഒരു അഭിഭാഷക സംഗമം എന്നുള്ള രീതിയിൽ ഇത് ഈ പല രീതിയിലുള്ള ഐഡിയോളജിക്കൽ ഇൻക്ലിനേഷനുള്ള അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ പഠന ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം തന്നെ യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡ് ഒരിക്കലും ഇദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല. ഭരണഘടനാ അസംബ്ലിയിൽ ഡോക്ടർ അംബേദ്കർ ഒക്കെ പിന്തുണച്ച ഒരു പ്രൊവിഷനാണ് യൂണിഫോം സിവിൽ കോഡ്. അവരുദ്ദേശിച്ചത് ജെൻഡർ ജസ്റ്റിസ് നടപ്പാക്കുക. ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും തുല്യ അവകാശം, ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്ന തുല്യ അവകാശം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. അല്ലാതെ ഹിന്ദു കസ്റ്റമോ ട്രഡീഷനോ മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനല്ല യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആ കാര്യത്തിലും നിലപാട് തെറ്റാണ്. ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്, ലീഗലി ഇൻകറക്റ്റ് ആണ്, മോറലി വയലേഷനാണ്, ഭരണഘടനയുടെ വയലേഷനാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇംപീച്ച് ചെയ്യുക എന്നുള്ള ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ ഇംപീച്ച്മെന്റ് മോഷൻ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജസ് എൻക്വയറി ആക്ട് അനുസരിച്ച് ഒരു കമ്മിറ്റിയെ, 3 അംഗ കമ്മിറ്റിയെ നിയോഗിക്കേണ്ടതുണ്ട്. രാജ്യസഭയിലായതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആണ് ഇത് ചെയ്യേണ്ടത്. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കണം. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ എന്നുള്ള ഒരു പ്രൂവ്ഡ് മിസ്കണ്ടക്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഇംപീച്ച്മെന്റ് മോഷൻ സക്സസ്ഫുൾ ആവൂ. അത് സഭയിലുള്ള ഭൂരിപക്ഷവും പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയിട്ടുള്ള, അതായത് അപ്പോൾ സഭയിൽ ഉള്ളവരിൽ പ്രസന്റ് ആയിട്ടുള്ളവരിൽ 2 പേരും അത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പാസ്സാകുള്ളൂ. അപ്പോൾ അത് പാസ്സാകുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ അതൊരു വിഷയമായി അവിടെ ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണപക്ഷത്തിന്റെ നിലപാടും ഇക്കാര്യത്തിൽ തുറന്ന് പറയേണ്ട ഒരു സാഹചര്യം കൂടി വരുന്നു എന്നിടത്താണ്, പ്രതിപക്ഷം അങ്ങനെ ഒരു കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നിടത്താണ് ഈ സംഭവം വ്യത്യസ്തമാകുന്നത്. ശ്രീ RV ബാബു, ഇപ്പോൾ ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ന്യൂനപക്ഷം കഴിയേണ്ടത്, അവരുടെ താല്പര്യങ്ങൾ അംഗീകരിക്കാനുള്ള ബാധ്യത ന്യൂനപക്ഷത്തിനുണ്ട് എന്ന് രാജ്യത്തെ ഒരു ജഡ്ജിക്ക് പറയാമോ? അങ്ങനെ ഒരു പ്രസംഗം നടത്താമോ? എന്താണ് ഹിന്ദു ഐക്യവേദി ഇതിനെ കാണുന്നത്? ഈ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രസംഗം ശ്രീ ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസംഗമാണ്. അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷകന്മാരുടെ യോഗത്തിൽ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കോടതി വളപ്പിൽ തന്നെയുള്ള ഒരു ഹാളിൽ നടത്തിയിട്ടുള്ള, കോടതിയുടെ തന്നെ ഒരു ഹാളിൽ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള പാർട്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ പ്രസംഗം ഹിന്ദിയിലാണ് കേട്ടത്. 33 മിനിറ്റ് ഉണ്ട് ആ പ്രസംഗം. 33 മിനിറ്റുള്ള ആ പ്രസംഗത്തിൽ എവിടെയാണ് ഈ ഒബ്ജക്ഷനബിൾ പാർട്ട് എന്ന് മനസ്സിലായില്ല എനിക്ക്. ഇത് ഹിന്ദുസ്ഥാനാണ്, ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ എന്ന് പറയുന്നതിൽ കുഴപ്പം കാണുന്നില്ല താങ്കൾ എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? തീവ്രവാദികളായ മുല്ലമാരുടെ ഭീഷണി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ആ മുല്ലമാർ എന്ന് പറയുന്നതിൽ ഒരു ഭാഗം വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമുക്ക് സഭ്യമല്ലാത്തതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പോലും പറ്റില്ല.
ഞാൻ ഒന്ന് സംസാരിച്ച് ഒരു വരി ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ സ്മൃതി. പറഞ്ഞോളൂ, ഒരു വരി ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ? ഇല്ല, താങ്കൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്. സ്മൃതിക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം, ആവശ്യത്തിന് സമയമുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ അല്ല, ആയിക്കോട്ടെ, ഞാനൊന്ന് ഒരു വരി പൂർത്തിയാക്കണ്ടേ എനിക്ക്? അപ്പോ ശരി, ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യമാണ് എല്ലായിടത്തും നടപ്പാവുന്നത്. സ്മൃതി, നമ്മുടെ രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത് ഭൂരിപക്ഷമല്ലേ? തെരഞ്ഞെടുക്കപ്പെടുന്നത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ആ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ പാർലമെന്റിൽ ഭൂരിപക്ഷം വരുമ്പോൾ അവരുണ്ടാക്കുന്ന നിയമമല്ലേ നമ്മുടെ നാട്ടിലെ കോടതികൾ വഴി നടപ്പാവുന്നത്? നിയമം ഉണ്ടാവുന്നത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യമാണ് എല്ലായിടത്തും. അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുക. ജനാധിപത്യം എന്ന് പറയുമ്പോൾ പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അവിടെ നിയമത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ജഡ്ജ് പറഞ്ഞിട്ടില്ല മുസ്ലിമിന് വേറെ നിയമം, ക്രിസ്ത്യാനിക്ക് വേറെ നിയമം, ഹിന്ദുവിന് വേറെ നിയമം എന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. ഭൂരിപക്ഷത്തിന്റെ താല്പര്യമാണ് രാജ്യത്ത് നടപ്പാവേണ്ടത്. അതിലെന്താണ് ഒബ്ജക്ഷനബിൾ പാർട്ട്? എനിക്കത് മനസ്സിലായില്ല. ഇതിനെ ഒരു നരേറ്റീവായിട്ട് കൊണ്ടുവരികയാണ്, നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. കാരണം ഈ ജഡ്ജ് അദ്ദേഹം ഒരു ദേശീയ പക്ഷത്ത് നിന്നുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞു. അതോടെ നിങ്ങൾക്ക് വലിയൊരു വിവാദമായി. സത്യത്തില് ഇതിന് നേരെ തിരിച്ചാണ് ഈ ജഡ്ജി പറഞ്ഞെന്നിരിക്കട്ടെ. ഇവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്നാണ് ഈ ജഡ്ജി പറഞ്ഞതെങ്കിൽ സ്മൃതി ഇത്തരത്തിലുള്ളൊരു ചർച്ച ചെയ്യില്ല. ചർച്ച ചെയ്താൽ തന്നെ ആ ജഡ്ജിക്ക് അനുകൂലമായിട്ട് ചർച്ച ചെയ്യും. ആ ജഡ്ജിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ടായിരിക്കും ചർച്ച ചെയ്യുക. മറിച്ച് ജഡ്ജിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം എങ്ങനെ പറയാമായിരുന്നോ, ഭൂരിപക്ഷ സമൂഹത്തിനെതിരെ പറയാമായിരുന്നോ എന്നൊരു ചോദ്യം ഈ സ്മൃതിയോ ഈ പാനലിലിരിക്കുന്നോ ആരും ചോദിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയുന്നത്, സിറിയക് ജോസഫ് എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി ജസ്റ്റിസ് ഉണ്ട്, ഇപ്പോഴും അദ്ദേഹം ഉണ്ടല്ലോ. അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം സഭയുടെ സമ്മേളനത്തിൽ, കോട്ടയത്ത് ക്രൈസ്തവ സഭയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സഭയോടുള്ള എൻ്റെ വിധേയത്വം ഒരു പറ വെച്ച്, അദ്ദേഹം ഉപയോഗിച്ച ഭാഷയാണ്, ഒരു പറ വെച്ച് മറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരിക്കുന്ന അദ്ദേഹം പറയുകയാണ്, സഭയോടുള്ള എൻ്റെ വിധേയത്വം ഞാൻ ഒരു പറ വെച്ച് മറക്കില്ല എന്ന്. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? അത് അന്ന് ആര് ചർച്ചയാക്കി? കാരണം അത് ചർച്ചയാക്കില്ല. അത് ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ കാര്യമാണ്. കാരണം ഇവിടെ ഭൂരിപക്ഷം എപ്പോഴും തെറ്റും, ഭൂരിപക്ഷം എപ്പോഴും അനീതിയും അന്യായവും തിന്മയുമാണ്. ന്യൂനപക്ഷമാണ് ശരിയുടെ പക്ഷം, ന്യൂനപക്ഷമാണ് നന്മയുടെ പക്ഷം. അതുകൊണ്ട് ന്യൂനപക്ഷം പറയുന്ന ന്യൂനപക്ഷ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മാത്രമേ ശരിയായ കാര്യമുള്ളൂ എന്ന ഒരു നരേറ്റീവ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ നിങ്ങൾ ഉപയോഗിച്ച്, ഞാൻ പറയാം ആ വാക്ക്, കാട്ട്മുള്ള എന്ന വാക്കാണ് ഉപയോഗിച്ചത്. കാട്ട്മുള്ള എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദിയില്? കാട്ട്മുള്ള എന്ന് പറഞ്ഞാൽ തീവ്രവാദിയായ, ദുശാഠ്യക്കാരനായ, മതകാര്യങ്ങളിൽ ദുശാഠ്യം പുലർത്തുന്ന തീവ്ര സ്വഭാവത്തോടുള്ള ആൾ എന്നാണ് അർത്ഥം. മൗലവി, മുല്ല എന്നാണ് അർത്ഥം. അത്തരം ആൾക്കാർ രാജ്യത്തിന് എതിരാണ്, അവർ തീവ്രവാദ സ്വഭാവത്തോടെ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്ന കാര്യമല്ലേ? ആരാണത് പറയാത്തത്? അപ്പോ ഇത് പറഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെയൊക്കെ ഉദ്ദേശം ഇദ്ദേഹം ഈ പറഞ്ഞ ഒരു ദേശീയ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിച്ചു എന്നുള്ള ഒറ്റ കുറ്റം മാത്രമേ ഉള്ളൂ. നിയമം പറയാമല്ലോ, ഈ നിയമം നടപ്പാക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ ഇംഗിതത്തിന് അടിസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ പ്രത്യേകം വാദം കേൾക്കലും വിധി പറയാൻ ഇത്ര ദിവസം എടുക്കലൊന്നും വേണ്ടല്ലോ. ഭൂരിപക്ഷം ഇതാണ് പറയുന്ന, വിധി നടപ്പാക്കാം, അങ്ങനെ മതിയല്ലോ. ജനാധിപത്യം എന്നാൽ ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കലാണെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ, അല്ലേ? ഞാൻ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞെട്ടിക്കുന്നതാണ് താങ്കളുടെ ഈ തുറന്നുള്ള പറച്ചിൽ, ഞെട്ടിക്കുന്നതാണ്. ഞെട്ടാം, കാരണം നിങ്ങളിനി ഞെട്ടാനിരിക്കുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ കുറെ നാളുകളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറെ നരേറ്റീവ്സ് ഉണ്ട്. ആ നരേറ്റീവ്സ് ഓരോന്നായിട്ട് തകർക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ ഞെട്ടുന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ള കുറെ ഞെട്ടലുകളുണ്ട്. ഭാരതം എന്ന് കൊണ്ടുവന്നപ്പോഴും നിങ്ങൾ ഞെട്ടി. റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടി. അങ്ങനെ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും. ഇനിയും ഞെട്ടാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഇനിയും ഞെട്ടാനിരിക്കുന്നുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണ്? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് എന്താ?
നിയമം നിർമ്മിക്കുന്നത് ആരാ? ഭൂരിപക്ഷമാണ് നിയമം നിർമ്മിക്കുന്നത്. സംശയം എന്താ കാര്യത്തില്? ഈ പാർലമെന്റിൽ ഭൂരിപക്ഷമല്ലേ നിയമം ഉണ്ടാക്കുന്നേ? അല്ല ന്യൂനപക്ഷമാണോ നിയമം ഉണ്ടാക്കുന്നേ? അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ പക്ഷെ കോടതികളിലെത്തുമ്പോൾ ജസ്റ്റിസ് യാദവ് പറഞ്ഞോ അവിടെ നിയമത്തിന്റെ മുമ്പിൽ മുസ്ലിം വേറെയാണ്, ക്രിസ്ത്യാനി വേറെയാണ്, ഹിന്ദു വേറെയാണെന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം. അതിനെക്കുറിച്ചും അല്ല അദ്ദേഹം പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഭൂരിപക്ഷത്തിന്റെ താല്പര്യം, ഈ രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമാണ്. യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. പരമോന്നത നീതിന്യായ പീഠം പലതവണ അത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അതിലെന്താണ് ഇത്ര തെറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നേരത്തെ സ്മൃതി പറയുകയുണ്ടായി കർണാടകയിലെ ഒരു കോടതി ജഡ്ജിന്റെ പ്രസ്താവന. മൈസൂരിനെ കുറിച്ചല്ല സ്മൃതി, അത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ സ്മൃതി കേട്ട വാർത്ത ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ആ കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് ബാംഗ്ലൂരിലെ ഒരു സിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. എവിടെയായാലും ബാംഗ്ലൂരായാലും മൈസൂരായാലും ഒരു സിറ്റിയിൽ ഓട്ടോറിക്ഷയിൽ 10 പേരെ തിക്കി നിറച്ച് കൊണ്ടുപോയാൽ അത് പാകിസ്ഥാനാണെന്ന് എങ്ങനെയാണ് പറയുക? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അന്യമത വിദ്വേഷം ആ പ്രതികരണത്തിലില്ലേ? അല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നേ. അല്ല, താങ്കൾക്ക് എന്താണ് തോന്നിയെന്ന് പറയൂ. അല്ല, താങ്കൾക്ക് എന്താണ് തോന്നിയത്? ബാംഗ്ലൂരിലെ ഒരു പ്രദേശം പാകിസ്ഥാനാണെന്ന് പറയുമ്പോൾ താങ്കളുടെ മനസ്സിലാക്കൽ പറയൂ ശ്രീ ആർ വി ബാബു. എന്റെ മനസ്സിൽ തോന്നിയത് അവിടെ ലോ ആൻഡ് ഓർഡർ ബാധകമല്ലാത്തൊരു പ്രദേശം എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് ഇതേപോലെ സ്വർണം പിടിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അതിന് മുസ്ലിം ഐഡന്റിറ്റി കൊടുത്തു. എവിടേക്കൊക്കെയാണ് പിന്തുണ പോകുന്നത്? എവിടേക്കാണ് ഐക്യപ്പെടൽ ഉണ്ടാകുന്നതൊക്കെ വ്യക്തമായി കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അല്ല സ്മൃതി, അല്ല ഇതിനൊക്കെ അത് നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ കണ്ണടയുടെ കുഴപ്പമാണ്. നിങ്ങളുടെ കണ്ണട മാറ്റണം. എനിക്ക് എന്തായാലും ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തുവിടുന്ന പശുവിനെ വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന ആഗ്രഹമില്ല ശ്രീ ആർ വി ബാബു. എനിക്കെന്തായാലും അങ്ങനെ ഒരു ആഗ്രഹമില്ല. രാമനും കൃഷ്ണനും വേണ്ടി ദേശീയ ആദരം നടപ്പാക്കാൻ ഒരു നിയമനിർമ്മാണം വേണമെന്ന ആഗ്രഹവുമില്ല. രാമനും കൃഷ്ണനെയൊക്കെ ഞാനും ആരാധിക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു നിയമനിർമ്മാണം വേണമെന്ന ആഗ്രഹമില്ല. അല്ല, അത് നിങ്ങളുടെ താല്പര്യം അല്ല, എന്റെ താല്പര്യം അല്ലല്ലോ. അങ്ങനെ ജഡ്ജിക്ക് സ്വന്തമായ താല്പര്യം വിളിച്ചു പറയാനുള്ള വേദിയല്ലല്ലോ. ജഡ്ജി വിധി പറയാൻ ജഡ്ജിക്ക് പുറത്തു വന്ന് അഭിപ്രായങ്ങൾ പറയാൻ അധികാരമില്ലല്ലോ. അതല്ലല്ലോ അതിന്റെ ചട്ടം. ഇവിടെ ചില നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ജഡ്ജിക്ക് രാഷ്ട്രീയം പറയാൻ പറ്റുമോ? അങ്ങനെ ജഡ്ജിക്ക് അങ്ങനെ പുറത്തു വന്ന് രാഷ്ട്രീയം പറയാമോ? ഞാൻ അതാ പറഞ്ഞു വരുന്നേ. ജഡ്ജിക്ക് രാഷ്ട്രീയം പറയുന്ന ആ ഔചിത്യം ജഡ്ജി ഏത് നിലയ്ക്കാണ് പ്രയോഗിച്ചത് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ അനൗചിത്യപൂർണമായ ഒരു പരാമർശം ഈ ജഡ്ജിയിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അനൗചിത്യമായ പരാമർശങ്ങൾ തന്നെയാണ് ഉള്ളത്. 4 വിവാഹം കഴിക്കാൻ മുസ്ലിങ്ങളെ പറഞ്ഞ 4 വിവാഹം കഴിക്കാൻ അധികാരമുണ്ടെന്ന് വിചാരിക്കുന്നവരാണ്. ഒരു കൂട്ടരെ അങ്ങ് അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ്. രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വെല്ലുവിളിയാണ് ഇവർ എന്ന് പറയുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ കട്ട്മുല്ല എന്ന വാചകം, ഈ മുല്ല എന്നുള്ള പ്രയോഗം തന്നെ ഇപ്പോൾ പാർലമെന്റിലടക്കം ഒരു MP നടത്തിയല്ല. അത് നമ്മളിവിടെ മുല്ലമ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല, അതിനെ അപമാനിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായി ആ പ്രയോഗം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് അപമാനം? നിങ്ങൾക്ക് അപമാനം ഉണ്ടാവും, അല്ലാതെ ഉമർ ഫൈസി മുക്കം നടത്തിയ പ്രസ്താവന നിങ്ങൾ അപലപിക്കില്ല. ആര് പറഞ്ഞു? താങ്കൾ ഇന്നലത്തെ ചർച്ച കണ്ടില്ലേ? താങ്കൾ ഇന്നലത്തെ ചർച്ച കണ്ടില്ലേ? ചർച്ച ഒന്ന് കണ്ടിട്ട് പറയൂ. നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീ ആർ വി ബാബു. നിങ്ങൾ കാണാത്ത നിങ്ങളുടെ കണ്ണട മാറ്റൂ ശ്രീ ആർ വി ബാബു. ഇന്നലത്തെ ചർച്ച കണ്ടു. ഇന്നലത്തെ ചർച്ച കാണുമ്പോഴും നിങ്ങൾ ഈ പറയുന്ന ഒരു ഫ്രെയിമിനകത്ത് നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യില്ല. നിങ്ങൾ സോഫ്റ്റ് കോർണറിലാണ്. നിങ്ങളുടെ അപ്രോച്ച് സോഫ്റ്റ് ആയിരുന്നു. എന്റെയും താങ്കളുടെയും താല്പര്യമല്ല, ജനാധിപത്യ മതേതര സംവിധാനമാണ് ഇന്ത്യയിലേത്. ഏതെങ്കിലും വ്യക്തിയുടെ താല്പര്യമല്ലല്ലോ. ആ വ്യക്തികൾ കൂടുതലാകുമ്പോൾ ആ കൂടുതലായ ആളുകളുടെ താല്പര്യം അങ്ങ് നടപ്പാക്കാം എന്ന് പറയുന്നത് ജനാധിപത്യമല്ല. അതിനെ ജനാധിപത്യം എന്ന് വിളിക്കില്ലല്ലോ. ഡോക്ടർ എം എൻ കാരശ്ശേരി,
ജഡ്ജി ശേഖർ യാദവിന്റെ പ്രസംഗത്തിൽ ഒരു അന്യമത വിദ്വേഷവും ശ്രീ ആർ വി ബാബുവിന് കാണാനാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഭൂരിപക്ഷം ആണല്ലോ, ഭൂരിപക്ഷത്തിന്റെ വോട്ടിൽ ഭൂരിപക്ഷം കിട്ടി ജയിക്കുന്നവർ അപ്പോൾ ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലാക്കൽ. സ്മൃതി, ഞാൻ വക്കീലല്ല, നിയമം പഠിച്ചിട്ടുമില്ല. ഞാനൊരു മതേതര ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കുന്നത്. നിയമപരമായി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മുടെ പ്രശാന്ത് പത്മനാഭനെ പോലുള്ള സുഹൃത്തുക്കൾ തിരുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ പല സ്ഥാപനങ്ങളെയും നശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നീതിന്യായ കോടതി. നീതിന്യായ കോടതിയിലും ജഡ്ജിമാരിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നശിപ്പിക്കുന്നതിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ അന്തരീക്ഷം വളരെ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പഠിച്ചത് ജനാധിപത്യത്തിലെ 4 സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് നീതിന്യായ വ്യവസ്ഥ എന്നാണ്. അപ്പോൾ നമുക്ക് നീതി കിട്ടാൻ അവസാനത്തെ അഭയം കോടതിയാണെന്നാണ്. ആ കോടതി വാസ്തവത്തിൽ എങ്ങനെയാണ് കെട്ടുപോയത് എന്ന് ഇന്നല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ജനുവരിയിൽ ചെലമേശ്വരൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നു. അതിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ നമ്മുടെ മലയാളിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉണ്ടായിരുന്നതിൽ ഈ അന്തരീക്ഷം എങ്ങനെയാണ് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കും വിധേയമായി കെട്ടളിഞ്ഞു പോകുന്നത് എന്ന് അന്ന് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 4 ജഡ്ജിമാർ, അതിപ്പോൾ 5-6 കൊല്ലമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു രംഗം എന്താണ്? റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർ ഗവർണറാവുന്നു, അല്ലെങ്കിൽ MP ആവുന്നു, അല്ലെങ്കിൽ MLA ആവുന്നു, അല്ലെങ്കിൽ വല്ലയിടത്തും മന്ത്രിയാവുന്നു. അപ്പോൾ ജഡ്ജിമാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥാനവും സ്വീകരിക്കാൻ പാടില്ല എന്നീ നാട്ടിൽ നിയമമില്ല. ആ നിയമം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ തന്നെ പലതരത്തിലുള്ള സ്വജനപക്ഷപാതമുണ്ട്. അത് പലപ്പോഴും വാർത്ത വരാറുണ്ട്, അതൊക്കെ പിന്നെ മുങ്ങിപ്പോവും. പിന്നെ ഇപ്പോൾ ശേഖർ കുമാർ യാദവ് പ്രസംഗിച്ചതിൻ്റെ വിശദാംശങ്ങൾ പത്രത്തിൽ കണ്ട അറിവേ എനിക്കുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം, ഈ ജഡ്ജ്മെൻറ്റ്, ഈ ജസ്റ്റിസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ന്യായമായ ഒരു പദവി രാഷ്ട്രീയത്തിലോ വേറെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളിലോ താല്പര്യമുണ്ട് എന്നാണ്. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയക്കാർ ജഡ്ജിമാരെയും ജഡ്ജിമാർ രാഷ്ട്രീയക്കാരെയും പ്രീണിപ്പിക്കുന്ന ഒരവസ്ഥയായാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കഥ എന്താവും എന്നുള്ളതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ ആർ വി ബാബു പറഞ്ഞൊരു കാര്യം എന്നെ ശരിക്കും അമ്പരപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ എല്ലാം ഭൂരിപക്ഷം അനുസരിച്ചാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അങ്ങനെയല്ല. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ അടിമത്തം നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. അടിമത്തം ശരിയാണ് എന്ന് ഭൂരിപക്ഷം പറഞ്ഞാൽ അത് ശരിയാവുമോ? നമ്മൾ നിരോധിച്ചു അയിത്തം, ഭൂരിപക്ഷം അനുസരിച്ച് അയിത്തം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ നിരോധിച്ചു നരബലി, ഭൂരിപക്ഷം അനുസരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ നിരോധിച്ചു സതി, ഭൂരിപക്ഷം അനുസരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ പല ഘടകങ്ങളിലൊന്ന് മാത്രമാണ്. അതിനെ ജനാധിപത്യത്തെ നയിക്കേണ്ടത് ഉന്നതമായ മാനവികതാ മൂല്യങ്ങൾ, തുല്യത, നീതി തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അത്തരം ജനാധിപത്യ മൂല്യങ്ങളെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ അയിത്തത്തിന് എല്ലാവരും അനുകൂലമാണ് എന്ന് പറഞ്ഞ് അയിത്തം മടങ്ങി വന്നത് എന്തായിരിക്കും സ്ഥിതി? ആളുകൾക്കിപ്പോൾ ബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഭൂരിപക്ഷവാദമാണ് ജനാധിപത്യം എന്നുള്ളത് നിർഭാഗ്യവശാൽ ഒരു തെറ്റിദ്ധാരണയാണ്. അതിലെ ഒരു കണ്ടീഷൻ, ഒരു നിബന്ധന മാത്രമാണ് ഭൂരിപക്ഷം. മറ്റത് ഇപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആവണ്ട എന്നിവിടെ ഭൂരിപക്ഷം ആൾ തീരുമാനിച്ചു, അല്ല ഇവിടെ രാജാധിപത്യം മതി എന്ന് ഭൂരിപക്ഷം ആൾ തീരുമാനിച്ചു. അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട്, രാജാക്കന്മാരുടെ കാലമാണ് നല്ലതെന്ന്. അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം ജനാധിപത്യത്തിലെ മൂല്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുല്യത, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
പൗരാവകാശങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന മട്ടിൽ, അവർക്ക് ഈ ഇവിടെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്തുന്ന മട്ടിൽ, അവരുടെ പൗരാവകാശത്തെ ഹനിക്കുന്ന മട്ടിൽ ഒരാൾ പെരുമാറാൻ പാടില്ല. ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാ പാർട്ടിക്കാരും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ ഈ തരത്തിൽ വിദ്വേഷ പ്രസംഗം നടത്താറുണ്ട്. വിദ്വേഷ പ്രസംഗം നടത്തിയ കോടതിക്ക് സ്വയമേവ കേസെടുക്കാം. പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിനെ അങ്ങനെ FIR ഇടാൻ പറ്റില്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സമ്മതമില്ലാതെ. അവരെ 2/3 ഭൂരിപക്ഷം കിട്ടാതെ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ അലഹബാദ് ഹൈക്കോടതി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1975 ഇന്ദിരാഗാന്ധിയുടെ റായ്ബറേലി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധിയെപ്പറ്റിയാണ്. ഈ ഇപ്പോഴത്തെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശ്രീ യാദവ് നടത്തിയ പ്രഭാഷണം എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ന്യായാധിപന്മാർ സംസാരിക്കാൻ പാടില്ല. അവർക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ, അവർക്ക് ഈ തരത്തിൽ അവരുടെ പണിയെടുക്കണമെങ്കിൽ അവർ മധ്യത്തിൽ നിൽക്കണം, ഒരു പക്ഷത്തേക്കും ചായാതെ. അതിപ്പോൾ ആർബി ബാബു ദയവായി തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ന്യൂനപക്ഷത്തെ പറ്റി ഈ തരത്തിൽ പ്രീണിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞാൽ ഞങ്ങളൊക്കെ എല്ലാവരും അത് നന്നായി എന്നതിന് പിന്തുണയ്ക്കുന്ന ആളുകളാണ്. നീതി എന്ന് പറയുന്നത് അത് അന്ധമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ചിത്രം കാണുന്നുണ്ടല്ലോ. മാത്രമല്ല ഇതിപ്പോൾ സമസ്തയുടെ സെക്രട്ടറിയുടെ ഒരു പ്രതികരണത്തെ എങ്ങനെയാണ് ഒരു ജഡ്ജിയുടെ പ്രസംഗവുമായി താരതമ്യപ്പെടുത്തുക? ജഡ്ജി എവിടെ നിൽക്കുന്നു, സമസ്ത എന്നൊരു സംഘടനയുടെ സെക്രട്ടറി എവിടെ നിൽക്കുന്നു? അല്ല, ആർബി ബാബുവിൻ്റെ ആ താരതമ്യം അലഹബാദ് ഹൈക്കോടതി ജഡ്ജിന് ഒരു അവമാനമായിട്ട് വരാം. കാരണം ഇതൊരു മതസംഘടനയുടെ ഒരു വിമത നേതാവ് അദ്ദേഹത്തിൻ്റെ ശുണ്ഠി എടുത്തൊരു സമയത്ത് പറഞ്ഞാണ്. ആ പറഞ്ഞത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും അത് ആവർത്തിച്ച് പറയുന്നു. ഉമർ ഫൈസി ആ പറഞ്ഞ പ്രസ്താവന അതോടെ ആവർത്തിക്കാൻ വയ്യ. അത് അങ്ങേയറ്റം അപലപനീയമാണ്, അത് രാജ്യത്തിന് അവമാനമാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ ഈ നാട്ടിൽ ആരും ആരെപ്പറ്റിയും സംസാരിക്കാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ്, കാരണം സത്യപ്രതിജ്ഞാ ലംഘനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും വലിയ ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ആളാണ്, നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളാണ് ഹൈക്കോടതി ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും അതുപോലെ എല്ലാ വകതിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും അവമാനകരമായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പക്ഷേ ഇതൊക്കെ സാമാന്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചതിന് ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ ആർബി ബാബുവിലേക്ക് താങ്കൾക്ക് അതിനുള്ള മറുപടി താങ്കളുടെ ഊഴത്തിൽ വരാം. അതിനു മുമ്പ് ശ്രീ ശിവദാസിലേക്ക് പോകണം. വി ശിവദാസൻ, ഈ കാര്യങ്ങളൊക്കെ സാമാന്യവൽക്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇപ്പോൾ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തന്നെ തൻ്റെ വീട്ടിലെ ഗണേശ പൂജയ്ക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുക, സ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം അയോധ്യ വിധി നടപ്പാക്കാൻ തനിക്ക് ദൈവം പറഞ്ഞ വിധിയാണ് താൻ നടപ്പാക്കിയെന്ന് പറയുക, ഇത്തരം പ്രതികരണങ്ങളൊക്കെ വളരെ സാധാരണഗതിയിൽ പറഞ്ഞു പോകാവുന്ന പ്രതികരണങ്ങളാണോ? അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കണ്ടുകൂടെ? ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മതവൽക്കരിക്കുക, RSS വൽക്കരിക്കുക എന്നുള്ളത് വലിയൊരു അജണ്ടയുമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർബി ബാബു ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രതികരണത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിന് ഈ ജസ്റ്റിസിൻ്റെ പ്രസംഗം മധുരമേറിയതായി അനുഭവപ്പെട്ടു എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടിട്ടുള്ളത്. നോക്കൂ, എന്താ പറഞ്ഞിട്ടുള്ളത്? ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ രാമജന്മഭൂമി, അവിടെ ക്ഷേത്രം പണിത് നിങ്ങൾ കണ്ടില്ലേ? അതിനുവേണ്ടി എത്ര ആളുകളാണ് കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് സംസാരിക്കുകയാണ് അവിടെ. ഇനി രണ്ടാമത്തെ വാക്ക് കേൾക്കണോ? UCC യൂണിവേഴ്സൽ സിവിൽ കോഡ് എത്രയും പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കപ്പെടും എന്ന് ഇദ്ദേഹം പറയാണ്. എന്നിട്ട് പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ്, ഓരോ വരിയിലും വിഷയം ഇങ്ങനെ വരികയാണ്. അടുത്ത വരിയിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തൊട്ടടുത്ത വരിയിൽ, ഇവിടെ എവിടെയായാലും ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യമാണ് നടപ്പിലാക്കപ്പെടുകയെന്നും അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ നന്മയും ഭൂരിപക്ഷത്തിൻ്റെ ക്ഷേമവുമാണ് എല്ലാവരുടെയും ചുമതലയെന്നും പറയുന്നു. ശേഷം പറയുകയാണ്, ഇദ്ദേഹം പറഞ്ഞല്ലോ നമ്മുടെ കാട്ട്മുല്ല എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ഖട്ടർ ഹിന്ദു എന്ന് പറയാതിരുന്നത്? തീവ്രവാദിയായ മുസ്ലിം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പദത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള മീനിങ് എങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള
RSS എന്ന രാഷ്ട്രീയ കക്ഷിയുടെ, RSS എന്ന സംഘടനയുടെ ഭീകരവാദികൾ ഏറ്റവുമേറെ വന്നുവിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കൂടാരങ്ങളെക്കുറിച്ച് പറയാതിരുന്നത്? ഇന്ത്യയിൽ മുസ്ലിം ഭീകരതയായാലും ഹിന്ദുത്വ ഭീകരതയാണെങ്കിലും രണ്ട് വർഗീയതയും ചെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് മതനിരപേക്ഷവാദികൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം. ഇനി അടുത്ത വരി നോക്കുക. അടുത്ത വരിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ മെജോറിറ്റിയെക്കുറിച്ച് തന്നെ പറയുന്ന ഭാഗത്ത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെജോറിറ്റിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിൽ ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി നിലപാടെടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. തുടർന്ന് വീണ്ടും പറയുന്ന വാക്കുകൾ എന്താണ്? നിങ്ങളൊരു കച്ചവടക്കാരനോ സ്റ്റുഡൻറ്റോ ആരുമാവട്ടെ, നിങ്ങൾ വക്കീലോ ആരോ ആവട്ടെ, അങ്ങനെ ആരായിക്കഴിഞ്ഞാലും നിങ്ങൾ എന്തു വേണം? നിങ്ങൾ ആദ്യം ഒരു ഹിന്ദുവാണ് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കാൻ നോക്കുകയാണ്. ആര്? ഒരു ജസ്റ്റിസ്. വീണ്ടും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കണം. അദ്ദേഹം പറയുന്നു ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾ വളരുന്നത് ഇദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മന്ത്രോച്ചാരണങ്ങളൊക്കെ ആയിട്ട് വലിയ സഹിഷ്ണുതയോടുകൂടി വളരുന്നു. എന്നാൽ അവർ ആര്? ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ളവർ എങ്ങനെയാണ്? അവർ മറ്റേ തലാക്കും മറ്റുമൊക്കെ ചൊല്ലിയിട്ട് വളരുന്നവരാണ് എന്ന് പറയുന്നു. പിന്നെ കൂട്ടിച്ചേർക്കുന്നത് എന്താണെന്നോ? പിന്നെ കൂട്ടിച്ചേർക്കുന്നത് ഇദ്ദേഹം പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മന്ത്രധ്വനികളുമായിട്ട് എന്താണ് ഉറുമ്പിനെ പോലും നോവിക്കാത്തവരായിട്ട് വളരുമ്പോൾ അപ്പുറത്ത് മറ്റൊരു വിഭാഗം എന്താണ്? അവർ കോഴിയിറച്ചി കഴിക്കുന്ന, ആട്ടിറച്ചി കഴിക്കുന്ന എന്ന് പറഞ്ഞാൽ മത്സ്യ മാംസാദികൾ കഴിക്കുന്ന ഒരു നികൃഷ്ട ജീവികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും മാംസാഹാരം കഴിക്കുന്നവരെ മുഴുവൻ അവഹേളിച്ചിട്ടുള്ള മാംസാഹാരം കഴിക്കുന്നവരെ മാത്രമല്ല. ശ്രീ ആർ വി ബാബു, താങ്കൾക്ക് മറുപടി നൽകാം. RSSന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണോ താങ്കൾ RSSന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണോ താങ്കൾ ജഡ്ജിയുടെ അഭിപ്രായങ്ങൾ തെറ്റില്ല എന്ന് പറയുന്നത്? ഞാൻ RSSന്റെ ആശയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ജഡ്ജി നടത്തിയ പ്രസ്താവനയെ എത്ര കണ്ട് വളച്ചൊടിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മാതൃഭൂമി, നിങ്ങളെ വേറൊരു ചാനലിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്, പക്ഷേ മാതൃഭൂമിയുടെ ഒരു പ്രശസ്ത പത്രമാണല്ലോ. മാതൃഭൂമിയിൽ വന്ന വാർത്ത ഞാൻ വായിക്കാം. മുസ്ലിങ്ങൾ രാജ്യത്തിന് അപകടകരമാണ്, അവർ രാജ്യത്തിനെതിരാണ്, രാജ്യപുരോഗതി ആഗ്രഹിക്കാത്തവരാണ്, അവരെ കരുതിയിരിക്കണം തുടങ്ങിയ പരാമർശങ്ങളും ജസ്റ്റിസ് യാദവിൽ നിന്നുണ്ടായി. സ്മൃതി, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുമോ ജസ്റ്റിസ് യാദവ് ഈ തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്ന്? 33 മിനിറ്റുള്ള പ്രസംഗത്തിൽ ഈ തരത്തിലുള്ളൊരു പ്രസ്താവന ഉണ്ടോ? എങ്ങനെയാണ് വാർത്തകൾ വളച്ചൊടിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമാക്കി? ഞാൻ പറഞ്ഞ വാചകങ്ങൾ പോലും താങ്കൾക്ക് അന്യമത വിദ്വേഷമായി തോന്നാത്ത സ്ഥിതിക്ക് വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഞാൻ പറയട്ടെ അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ. ഇടയ്ക്ക് ഞാൻ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, ഞാനൊരാളല്ലേ ഉള്ളൂ, എനിക്ക് പറയാനുള്ളൊരു സമയം തരൂ. അപ്പോ അതൊന്ന് ഞാൻ പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ശിവദാസനുള്ള മറുപടി, ശിവദാസൻ പറയുന്നത് മുഴുവൻ എവിടെയാണ് ഈ പറയുന്ന ഒബ്ജക്ഷനബിൾ എന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സമാനമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചോ ഒന്നും ഒരു ഒബ്ജക്ഷനും ഈ കാര്യത്തിൽ കാണാൻ സാധ്യമല്ല. സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന് പറയുന്നു. ഭരണഘടന പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന്? അത് ജഡ്ജി പറഞ്ഞാൽ എങ്ങനെ തെറ്റാവുന്നേ? അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ അല്ല ഒരുപാട് കോടതികൾ പറഞ്ഞതാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ. ഒരുപാട് കോടതികളുടെ വിധിയുണ്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാനത് അവിടെ പറഞ്ഞു നിൽക്കുന്നു. എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ ആവശ്യം പോലെ പറയാം. എനിക്ക് സമയമില്ലല്ലോ, നമ്മുടെ ചർച്ച തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട്, ശ്രീ MN കാരശ്ശേരി സാറ് പറഞ്ഞോളൂ. അതാ പറഞ്ഞു. MN കാരശ്ശേരി സാറ് അദ്ദേഹത്തിന് അന്ധമായ മോഡി വിരോധമാണ്. അദ്ദേഹം നിഷ്പക്ഷ നിരീക്ഷകനാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നാണ്. ആ കോളത്തിന് ചേരുന്നതല്ല അദ്ദേഹത്തിന് ആ അടിക്കുറിപ്പ്. അദ്ദേഹത്തിന്റെ താഴെ എഴുതുന്ന കോളത്തിന് ചേർന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് അതായത് കാലങ്ങളായിട്ട് 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർന്നു, ഇലക്ഷൻ കമ്മീഷൻ തകർന്നു, കോടതി തകർന്നു. ഇതൊരു ഇപ്പൊ പുറത്തു വന്ന വാർത്തകൾ എന്താ? OCCRPയുടെയും ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയും ഒക്കെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് അഴിച്ചുവിടുന്ന ഒരു പ്രചരണത്തിന്റെ കൈക്കോടാലികളായിട്ട് പ്രവർത്തിക്കുകയാണ്. ആ സ്കൂൾ ഓഫ് തോട്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതായത് സുപ്രീം കോടതി ആണ് ഈ അടുത്ത ദിവസം പറഞ്ഞത്, തങ്ങൾക്ക് അനുകൂലമാവുന്ന വിധി വരുമ്പോൾ കോടതി
എതിരാവുമ്പോ ശരി, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ ആർ വി ബാബു, ഈ അയോധ്യ വിധി പുറപ്പെടുവിച്ച 4 ജഡ്ജിമാർക്ക് വിരമിച്ച ശേഷം സർക്കാർ പല മേഖലകളിലായി പുനർനിയമനം നൽകിയതിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ, ആ വിവരങ്ങളുണ്ടല്ലോ. ബാർ ആൻഡ് ബെഞ്ച് എന്ന നിയമ പോർട്ടലിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഒന്ന് പറയട്ടെ കണക്ക് പ്രകാരം 5 വർഷത്തിനിടെ 5 വർഷത്തിനിടെ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിമാരിൽ 21% പുതിയ സർക്കാർ നിയമനങ്ങൾ സ്വീകരിച്ചു. ഇനി താങ്കൾ പറയുന്ന ഹിന്ദി മനസ്സിലാക്കാത്തവർ എന്ന രീതിയിൽ താങ്കൾ ഈ പ്രസംഗത്തെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ കപിൽ സിബലിന് ഹിന്ദി അറിയില്ലേ? കപിൽ സിബൽ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി എംപിമാരാണ് ഇപ്പോൾ ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്തിനാണ് ഇദ്ദേഹത്തെ ക്രിമിനൽ കേസുകൾ പരിഗണിക്കൽ നിന്ന് മാറ്റിയത്? ഈ പ്രസംഗത്തിൽ ഒരു കുഴപ്പവുമില്ലെങ്കിൽ ഇനി സിവിൽ കേസുകൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എന്തുകൊണ്ടായിരിക്കാം? അതല്ല, അവിടെ സുപ്രീം കോടതി എന്താ ചെയ്യുക? സുപ്രീം കോടതി ഒരു വിവാദം കെട്ടടങ്ങാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. അത് പാകിസ്ഥാൻ വിവാദത്തിലും സുപ്രീം കോടതി അത് തന്നെ ചെയ്തതേ. ഇതിനകത്ത് ഈ ഹൈക്കോടതിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആകെ ഈ പറഞ്ഞ പോലെ ആകെ ഇതുപോലുള്ള ചില സ്ഥാനങ്ങൾ അപ്പുറത്തേക്കൊക്കെ മാറ്റാം. ചിലപ്പോൾ കോടതിയിൽ നിന്ന് റാഞ്ചി, ഇവിടെ നിന്ന് അലഹബാദിൽ നിന്ന് റാഞ്ചി കോടതിയിലേക്കോ പാറ്റ്ന കോടതിയിലേക്കോ മാറ്റാം. അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ചെയ്യാൻ പറ്റുന്നത് ഇംപീച്ച്മെന്റിലാണ്. അത് നടക്കില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നടക്കട്ടെ. ഇവിടെ ഒരു കോടതിയിൽ കർണൻ എന്ന് പറഞ്ഞ തമിഴ്നാട് കോടതിയിലെ ജസ്റ്റിസിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടു അയാളെന്ന് അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ച് തർക്കിക്കാനല്ല. അടിസ്ഥാനപരമായി ഈ വിഷയത്തെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവതരിപ്പിച്ച് നാട്ടിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വിഷയമില്ല, ഒരു വിഷയമില്ല. നല്ല വിശകലനം. ശ്രീ പ്രശാന്ത് പത്മനാഭനിലേക്ക് ഒരു 2 മിനിറ്റിൽ പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളാം. ഇതിന്റെ അവസാനം എന്തായിരിക്കും? താങ്കൾ പറഞ്ഞ പോലെ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകണമെങ്കിൽ അതിൽ ഭരണപക്ഷം കൂടി അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രീ ശിവദാസ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹത്തെ പോലുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതുപോലെയാണ് പാർലമെന്റിലെ ഭരണപക്ഷം പെരുമാറുന്നതെങ്കിൽ ഇംപീച്ച്മെന്റ് മോഷൻ പാസ്സാകുമെന്ന് വലിയ ശുഭാപ്തി വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. ലോകം കാണുകയാണ് ഇന്ത്യയിലെ ഒരു വലിയ കോടതിയിലെ ജഡ്ജി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. നേരത്തെ കാർശ്ശേരി മാഷ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിനോട് ഞാനൊരു വാക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഭരണഘടന കുറച്ച് വക്കീലന്മാർക്കോ ജഡ്ജസിനോ മാത്രം അവകാശപ്പെട്ടതല്ല. ഈ രാജ്യത്തെ എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയാണ് ഈ ഭരണഘടന നൽകുന്നതെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. ഈ ഭരണഘടന തന്ന സമയത്ത് എല്ലാവർക്കും ഇതിലൊരു ഭാഗഭാക്കാകാനുള്ള ഒരു ഭാഗധേയം നിർണ്ണയിക്കാനും അതിലെ വോട്ട് ചെയ്യാൻ മാത്രമല്ല ഭരണത്തിന്റെ ഭാഗമാണ്, ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് തോന്നാൻ വേണ്ടി കൂടിയാണ് ഭരണഘടന എല്ലാവർക്കും തുല്യ അവകാശം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷം പറയുന്നതനുസരിച്ച് നടന്നാൽ മതി എന്നാണെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കുന്ന നിയമങ്ങൾ എന്തുകൊണ്ടാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്? പല നിയമങ്ങൾ എന്തുകൊണ്ടാണ് കോടതി ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ? ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം പറയാം. നോയിഡയിൽ ഒരു ഹോസ്പിറ്റലിലെ മലയാളി നേഴ്സുമാരാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ് മിസ്റ്റർ പത്മനാഭൻ, എങ്ങനെയാണ് ഷാബാനു കേസിലെ വിധി മറികടന്നത്? ഷാബാനു കേസിലെ വിധി മറികടന്നത് എങ്ങനെയായിരുന്നു? പത്മനാഭൻ ഒന്ന് പറഞ്ഞു. ഷാബാനു കേസിലെ വിധി മറികടന്നത് കോടതിയിൽ എങ്ങനെയാ? ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞില്ലേ, സതി നിർത്തലാക്കിയോ, ഇനി കൊണ്ടുവരാൻ പറ്റുമോ, മറ്റേ അയിത്തം കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. ഞാൻ ചോദിക്കുന്നത് ഷാബാനു കേസ് വിധി മറികടന്നത് എങ്ങനെയാ? ഭൂരിപക്ഷ വിധി അടിസ്ഥാനത്തിലാണോ? ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണോ? ചോദ്യം ചെയ്യപ്പെട്ടു. ഡാനിയൽ ലത്തീഫി എന്ന കേസിൽ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ചിട്ടാണോ? അപ്പൊ ഇതൊക്കെ നടക്കും. ഭൂരിപക്ഷ തീരുമാനം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഇപ്പോൾ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. നോയിഡയില് ഒരു ഹോസ്പിറ്റലിലെ മലയാളി നഴ്സുമാരെ മലയാളത്തിൽ സംസാരിക്കരുത്, ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദി സംസാരിക്കുന്ന ഒരു ഓർഡർ പാസ്സാക്കി. അത് ഭരണഘടനാ വിരുദ്ധമാണ്. രാജ്യത്തെ ഇവിടുത്തെ പെട്ടെന്ന് ഒരു അറിയിപ്പ് ജനങ്ങളെ ഇതിനെതിരായിട്ട് വന്നപ്പോൾ ഗവൺമെന്റ് അതിനെതിരായിട്ട് വാണിംഗ് കൊടുത്തപ്പോൾ ഹോസ്പിറ്റൽ അത് പിൻവലിച്ചു. ഭരണകൂട നീതി എന്ന് പറയുന്നത് എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിന്, നമ്മളെല്ലാവരും ന്യൂനപക്ഷമാണ്. കേരളത്തിൽ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഒരു ഭാഷാ ന്യൂനപക്ഷമാണ്. അപ്പൊ ഈ ന്യൂനപക്ഷ റൈറ്റിന് എതിരാവരുത്, അത്രേ ഉള്ളൂ സാർ. ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കാതെ ഏത് നിയമവും നമുക്ക് പാസ്സാക്കാം. ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കാതെ ഏത് നിയമവും പാസ്സാക്കാം. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും ബേസിക് സ്ട്രക്ചറിനെയും മറികടന്നുകൊണ്ട് ഭരണഘടന അമെന്റ്മെന്റ് പോലും പറ്റില്ലെന്നാണ് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിരിക്കുന്നത്.
ആ കേസ് വെളിയിലുള്ള രാജ്യങ്ങൾ ശരി, നമുക്ക് സമയം കഴിയുന്നതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ശ്രീ RV ബാബുവിന്റെ എതിരഭിപ്രായം തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് നമ്മുടെ മനസ്സിലാക്കൽ? ജനാധിപത്യം എന്നാൽ എന്താണ്? ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളിലൂടെ അല്ലാതെ എങ്ങനെ ഒരു ജഡ്ജിക്ക് പുറത്ത് രാഷ്ട്രീയം പറയാൻ പറ്റും? അങ്ങനെ പറയുന്നവർക്ക് പിന്നീട് എന്തൊക്കെ സ്ഥാനങ്ങൾ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. വളരെ നന്ദി ഡോക്ടർ വി ശിവദാസൻ, RV ബാബു, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഡോക്ടർ MN കാരശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.